بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهداه أما بعد. സൂറത്ത് ത്വാഹ 74, 75, 76 ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ അറിയേണ്ടതായ പാരായണ നിയമങ്ങളാണ് സൂചിപ്പിക്കുന്നത്. ഇന്നഹു മൻ യഅതി റബ്ബഹു മുജ്രിമാ. ഇന്നഹു എന്നതിൽ നൂൻ മുഷദ്ദദ, ഷദ്ദ നൽകപ്പെട്ട നൂനിനെ മണിക്കണം. ഹാഉ ദ്വമീർ ആവർത്തിക്കുന്നു ഈ വചനത്തിൽ. അതിൻ്റെ ദീർഘം 2 ഹറക്കത്തിൻ്റെ അളവിലാണ്. മദ്ദുസ്സിലത്തി സുഗ്റ എന്ന ദീർഘമാണ്. ഇന്നഹു അതുപോലെ റബ്ബഹു, ശേഷം ഫഇന്ന ലഹു തുടങ്ങിയ ദീർഘങ്ങൾ. അതുപോലെ അടുത്ത വചനത്തിലും വമൻ യഅതിഹി, അവിടെ യാ നൽകി ദീർഘിപ്പിക്കുന്നു. ഇതൊക്കെ മദ്ദുസ്സിലത്തി സുഗ്റ എന്ന ദീർഘമാണ്. ഇന്നഹു മൻ യഅതി, സാക്കിനത്തായ നൂനും ശേഷം യാവുമുണ്ട്. ഇദ്ഗാം ബിഗുന്ന നാഖിസ് നൽകി യായിലേക്ക് സാക്കിനത്തായ നൂനിനെ ലയിപ്പിച്ച് മണിക്കേണ്ടതാണ്. മൻ യഅതി റബ്ബഹു മുജ്രിമാ, റാഇനെ തടിപ്പിക്കണം, തഫ്ഖീം ചെയ്ത് സ്വരഭാരത്തോടെ ഉച്ചരിക്കുക. മുജ്രിമൻ, ഈ പദത്തിൽ ജീമിൻ്റെ സുക്കൂൻ ഖൽഖല സുഗ്റ നൽകി ശബ്ദം ഹറക്കത്ത് പോലെ ചലിപ്പിക്കുക. മുജ്രിമൻ ഫഇന്ന ലഹു, മുജ്രിമൻ എന്നതിലെ തൻവീൻ ശേഷം ഫ എന്നതുകൊണ്ട് ഇഖ്ഫാ ഹഖീഖി നൽകി മറച്ചു മണിക്കുക, അവ്യക്തമാക്കി മണിച്ചുച്ചരിക്കണം. മുജ്രിമൻ ഫഇന്ന, അതുപോലെ ജഹന്നമ, ഈ പദങ്ങളിലൊക്കെ നൂൻ മുഷദ്ദദ ആവർത്തിച്ച് വരുന്നുണ്ട്. ഷദ്ദുള്ള നൂന് മണിച്ചുകൊണ്ട് ഉച്ചരിക്കേണ്ടതാണ്. ലാ യമൂതു ഫീഹാ വലാ യഹ്യാ, എല്ലാ ഹർഫുകളും ഇസ്തിഫാലിൻ്റെ ഹർഫുകളാണ്. ഇതുവരെയായി ഈ വചനത്തിൽ റബ്ബഹു എന്ന റാഇന് മാത്രമാണ് തഫ്ഖീം ഉള്ളതായിട്ടുള്ളത്, തടിപ്പിച്ചുച്ചരിക്കേണ്ടത്. മറ്റെല്ലാ ഹർഫുകളും തർക്കീഖ് ചെയ്ത് ഉച്ചരിക്കേണ്ട ഇസ്തിഫാലിൻ്റെ ഹർഫുകളാണ് എന്നതും പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാ ഹർഫുകളും കൃത്യമായി അതിൻ്റെ മഖ്റജിൽ നിന്ന് ഉച്ചരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. വമൻ യഅതിഹി, വീണ്ടും ആവർത്തിക്കുന്നു. സാക്കിനത്തായ നൂനും ശേഷം യാഉം ഇദ്ഗാം ബിഗുന്ന ചെയ്ത് ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കേണ്ടതാണ്. യഅതിഹി എന്നതിലെ ഹാഉ ദ്വമീർ മദ്ദുസ്സിലത്തി സുഗ്റ നേരത്തെ സൂചിപ്പിച്ചു. മുഅ്മിനൻ ഖദ്, മുഅ്മിനൻ, ഇവിടെ ഹംസയുടെ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. മുഅ്മിനൻ എന്നോ മുഅ്മിനൻ എന്നൊന്നും ആയി പോകരുത്. ഹംസ ഷിദ്ദത്തിൻ്റെ ഹർഫാണ്. മുഅ്മിനൻ എന്ന് വ്യക്തമായി ഹംസ ഉച്ചരിക്കുക. മുഅ്മിനൻ ഖദ്, ഇവിടെ സാക്കിനത തൻവീനും ശേഷം ഖാഫും വരുന്നുണ്ട്. തൻവീനിനെ ഖാഫിന് മുമ്പിൽ ഇഖ്ഫാ ചെയ്യണം, ഇഖ്ഫാ ഹഖീഖി മറച്ച് മണിച്ചുച്ചരിക്കുക. മണിക്കലിൽ തഫ്ഖീം ചെയ്യേണ്ടതാണ്. ഇഖ്ഫാ മുഫഖം എന്ന് പറയും. അങ്ങനെ തഫ്ഖീമോടുകൂടിയുള്ള ഇഖ്ഫാ ആണ് ചെയ്യേണ്ടത്. അപ്പോൾ മുഅ്മിനൻ മുഅ്മിനൻ ഖദ് എന്ന് പറയുമ്പോൾ തൻവീനിനെ മറച്ച് മണിച്ചുച്ചരിക്കുക. മണിക്കലിൽ തഫ്ഖീം വേണം എന്ന് സൂചിപ്പിച്ചു. ശേഷം ഖാഫിനെ തഫ്ഖീം കൊടുക്കണം. ഇസ്തിഅലാഇൻ്റെ അക്ഷരങ്ങളിൽ പെട്ടതാണ്. ഖദ് ആമീല, ഖദ് ആമീല എന്ന് പറയുമ്പോൾ ദാലിൻ്റെ സുക്കൂൻ ഖൽഖല സുഗ്റ നൽകി ശബ്ദം ഹറക്കത്ത് പോലെ ചലിപ്പിക്കുക. ആമീല സ്വാലിഹാതി, ആമീല ഐന് അതുപോലെ ഹ, ഇവയുടെ ഉച്ചാരണമൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. തൊണ്ടയുടെ മധ്യമാണ് മഖ്റജ്. അസ്സാ എന്ന് പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. സ്വാദ് ഇസ്തിഅലാഇൻ്റെ ഹർഫാണ്, തടിപ്പിച്ച് തഫ്ഖീമോടെ ഉച്ചരിക്കണം. അതിൻ്റെ ദീർഘാക്ഷരമായ അലിഫിലും തഫ്ഖീം ഉണ്ടാവണം. അസ്സാലിഹാതി,
നേർ വിപരീതമായി ഹാത്തി എന്ന് പറയുമ്പോൾ ഹാൻ്റെ അലിഫിൽ തർക്കീഖാണ്, ഇസ്തിഫാലിൻ്റെ അക്ഷരമായതുകൊണ്ട്. അമില സ്വാലിഹാത്തി ഫഉലൈക, ഇവിടെയുള്ള ദീർഘം മദ് മുത്തസിൽ വാജിബ് എന്നതാണ്. നിർബന്ധമായും 4-5 ഹറക്കത്തിൻ്റെ അളവിൽ അലിഫിനെ ദീർഘിപ്പിക്കുക. ലഹുമുദ്ദറജാതുൽ ഉലാ, അദ്ദറജാതു, ഈ പദത്തിൽ റായിന് മാത്രം തഫ്ഖീം വരുന്നു, മറ്റക്ഷരങ്ങൾക്കൊന്നും തഫ്ഖീം വരുന്നില്ല, എല്ലാറ്റിനും തർക്കീഖാണ് എന്നതും പ്രത്യേകം ശ്രദ്ധിക്കുക. അദ്ദറജാതുൽ ഉലാ. ജന്നാതു അദ്ൻ, നൂൻ മുഷദ്ദദ, ഷദ്ദുള്ള നൂനിനെ മണിക്കണം. ആദിൻ, ആദിൻ എന്ന് പറയുമ്പോൾ ദാലിന് ഖൽഖല സൂറ. ജന്നാതു അദ്നിൻ തജ്രി മിൻ തഹ്തിഹ, അദ്നിൻ തജ്രി, അവിടെ തൻവീനിനും തജ്രി മിൻ തഹ്തിഹ സാക്കിനത്തായ നൂനിനും ഇഖ്ഫ എന്ന നിയമമാണ്. ഇഖ്ഫ ഹഖീഖി, അവ്യക്തമാക്കി മണിച്ചുകൊണ്ടാണ് ഉച്ചരിക്കേണ്ടത്. തജ്രി എന്ന് പറയുമ്പോൾ ജീമിൻ്റെ സുക്കൂൻ ഖൽഖല സൂറ നൽകുകയും വേണം. ശബ്ദം ഹറക്കത്ത് പോലെ ചലിപ്പിക്കുക സുക്കൂനിനെ. ജന്നാതു അദ്നിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, അൽ അൻഹാർ എന്ന പദത്തിൽ സാക്കിനത്തായ നൂനിനെ ഇൽഹാർ ഹൽക്കി നൽകി മണിക്കാതെ വെളിവാക്കുകയാണ് വേണ്ടത്. റാഇന് തഫ്ഖീമുണ്ട്. അൽ അൻഹാറു, റു എന്ന് തടിപ്പിച്ച് റാ ഉച്ചരിക്കുക. ഖാലിദീന ഫീഹ, ഖാഇനും അലിഫിനും തഫ്ഖീം കൊടുക്കണം, സ്വരഭാരത്തോടെ ഉച്ചരിക്കുക. ഇസ്തിഅലാൻ്റെ അക്ഷരമാണ്. ഖാലിദീന ഫീഹ വദാലിക ജസാഉ മൻ തസക്ക. വദാലിക, ദാല് വ്യക്തമായി മഖ്റജിൽ നിന്ന് ഉച്ചരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. നാവിൻ്റെ അറ്റത്തിൻ്റെ മുകൾ ഭാഗം മേലെ പല്ലിൻ്റെ മുൻപല്ലിൻ്റെ അറ്റവുമാണല്ലോ അതിൻ്റെ മഖ്റജ്. വദാലിക ലൂസാക്കി ഉച്ചരിക്കണം, റഖാവത്തിൻ്റെ ഹർഫാണ്. ജസാഉ, ദീർഘാക്ഷരമായ അലിഫിനെ 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ഈ പദത്തിൽ ദീർഘിപ്പിക്കൽ നിർബന്ധമാണ്. മദ് മുത്തസിൽ വാജിബ്. ജസാഉ മൻ തസക്ക, സാക്കിനത്തായ നൂൻ ഇഖ്ഫ ഹഖീഖി നൽകി മറച്ച് മണിക്കണം. മണിക്കലിൽ തർക്കീഖാണ്, ഇഖ്ഫ മുറഖഖ് ആണ്, കാരണം ത ആണ് ശേഷമുള്ളത് എന്നതുകൊണ്ട്. മൻ തസക്ക. ബാറക്കല്ലാഹു ഫീക്കും. أعوذ بالله من الشيطان الرجيم. إنه من يأت ربه مجرما فإن له جهنم لا يموت فيها ولا يحيا ومن يأته مؤمنا قد عمل الصالحات فأولئك لهم الدرجات العلى جنات عدن تجري من تحتها الأنهار خالدين فيها وذلك جزاء من تزكى